നെക്സ്റ്റ് ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്, ദാറ്റ് ഈസ് ബാലൻസിങ് റിഡോക്സ് റിയാക്ഷൻസ്. നമ്മൾ പഠിച്ചിട്ടുള്ള റിഡോക്സ് റിയാക്ഷൻസിനെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കുന്നത്. സോ ഓൾ ടോട്ടൽ 2 മെത്തേഡ്സ് ആണ് നിങ്ങൾക്കുള്ളത്, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ആൻഡ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ആൻഡ് ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണത്. ബാലൻസ് ദി റിഡോക്സ് റിയാക്ഷൻ യൂസിങ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഓർ ബാലൻസ് ദി റിഡോക്സ് റിയാക്ഷൻ യൂസിങ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ആൻഡ് അതിൻ്റെ ബേസ് ചെയ്ത ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. സോ നമുക്ക് ഫസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് 4 സ്റ്റെപ്സിലാണ് നമ്മൾ അതിൻ്റെ ബാലൻസിങ് നടത്തുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബാലൻസ് ഓക്സിഡേഷൻ നമ്പർ. അതായത് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഓക്സിഡേഷൻ നമ്പേഴ്സ് നമ്മൾ അതിന് കൊടുത്തു. ആൻഡ് നമുക്ക് അറിയാത്ത എലമെന്റ്സ് ഉണ്ടാവുമല്ലോ, അവരുടെ ഓക്സിഡേഷൻ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം ആ ഇക്വേഷനിൽ ഓൾ ടോട്ടൽ ഓക്സിഡേഷൻ നമ്പേഴ്സിനെ എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാം. That means identify the atoms undergoing change in oxidation number, multiply by suitable number to take oxidation number per atom equal. അതായത് ഓരോ ആറ്റത്തിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ എന്താക്കി മാറ്റണം, ഈക്വൽ ആക്കി മാറ്റണം. നമ്മളിപ്പോൾ ഇക്വേഷൻസിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാറില്ലേ, കോമൺ ആക്കിയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാം ആൻഡ് അവർ തമ്മിൽ എന്ത് ചെയ്യാം, ഈക്വലൈസ് ചെയ്യാം. സോ അതാണ് എന്ത് ബാലൻസ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാലൻസ് ചാർജ്, അതാണ് സ്റ്റെപ്പ് 2. ആ ഓക്സിഡേഷൻ റിയാക്ഷനിൽ, ആ റിഡോക്സ് റിയാക്ഷൻസിനകത്ത് എന്ത് ചെയ്യുക, എല്ലാവരുടെയും ചാർജിനെയും ബാലൻസ് ചെയ്യുക. എങ്ങനെ, H+നെയും OH- ആഡ് ഓൺ ചെയ്തിട്ട്. ദാറ്റ് മീൻസ് നമ്മുടെ റിയാക്ഷൻ നടക്കുന്നത് ഒരു അസിഡിക് സൊല്യൂഷൻ മീഡിയത്തിലാണെങ്കിൽ, ഒരു അസിഡിക് മീഡിയത്തിലാണെങ്കിൽ നമ്മൾ അവിടെ ചാർജിനെ ബാലൻസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, H+ അയോൺസിനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇഫ് ഇറ്റ് ഇസ് ഇൻ ബേസിക് സൊല്യൂഷൻ അല്ലെങ്കിൽ ബേസിക് മീഡിയത്തിലാണ് നടക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യാം, OH- അയോൺസിനെ ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മൾ ഇവരെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും നമ്പറിൽ എന്ത് ചെയ്യുക, വേരിയേഷൻസ് വന്നിട്ടുണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ചെയ്യേണ്ടത് അതിൽ ഓക്സിജനെയും ഹൈഡ്രജനെയും എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ബാലൻസിങ് കഴിയും. ഒരു 3 to 4 മാർക്സിന് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. So Cr2O7 2- plus SO3 2- gives Cr3 plus SO4 2-. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന റിഡോക്സ് റിയാക്ഷൻ. ആൻഡ് അസിഡിക് മീഡിയത്തിലാണ് ഗിവൺ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു റിയാക്ഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, യെസ്, ബാലൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബാലൻസിംഗിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, ഓക്സിഡേഷൻ നമ്പർ ബാലൻസിങ് ആണ് അല്ലേ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓക്സിഡേഷൻ നമ്പർ എല്ലാവരുടെയും കണ്ടുപിടിക്കണം. ഇതിലിപ്പോൾ ഓക്സിജന്റെ നമുക്കറിയാം അല്ലേ, എല്ലായിടത്തും ഓക്സിജന്റെ വരുന്നത് എത്രയാണ്, -2 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് സൾഫറിന്റെ കണ്ടുപിടിക്കണം ആൻഡ് ക്രോമിയത്തിന്റെ കണ്ടുപിടിക്കണം. ഈ കേസിൽ ക്രോമിയത്തിന്റെ കണ്ടുപിടിക്കേണ്ട, ബിക്കോസ് നമുക്കറിയാം ഒരു 3+, അതായത് സിമ്പിൾ അയോൺസ് ആണെങ്കിൽ അത് തന്നെയാണ് എന്ത്, അവരുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് അല്ലേ. Cr3+, ഇറ്റ്സ് എ സിമ്പിൾ അയോൺ, വേറെ ആരും അതിന്റെ കൂടെ ഇല്ലല്ലോ. സോ Cr-ന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, യെസ്, +3 തന്നെയാണ്. ഇനി Cr2O7 Cr-ന്റെ എന്ത് കണ്ടുപിടിക്കണം, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. സോ അത് കണ്ടുപിടിക്കുമ്പോൾ Cr2O7 2- ആണ് അല്ലേ. ആ ഒരു കോമ്പൗണ്ടിന്റെ ചാർജിന്റെ 2- ആണ്, ന്യൂട്രൽ കോമ്പൗണ്ട് അല്ല. സോ നമ്മൾ എക്സ് വെച്ച് ഡിനോട്ട് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും, 2 × x പ്ലസ് ഓക്സിജന്റെ മാത്രം -2 ആണ്. സോ 7 × -2 എന്ത് വരും, -14 = -2 എന്ന് വരും, റൈറ്റ്. സോ 2x = 14 - 2 and x = 12/2, that is equal to +6. സോ ഇവിടെ ക്രോമിയത്തിന്റെ നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് +6. ഇനി നെക്സ്റ്റ് വരുന്നത് സൾഫർ, SO3 ആണ്. SO3യുടെ കേസിൽ എടുക്കുകയാണെങ്കിൽ SO3 2-, റൈറ്റ്. സൾഫറിന് എക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ x + 3 × -2, that is equal to -6, that is equal to -2. So x equal to 6 - 2, that is equal to +4 എന്ന് കിട്ടി.
സോ SO3 സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞത് എത്ര കിട്ടി? +4 എന്ന് കിട്ടി. ആൻഡ് നെക്സ്റ്റ് വരുന്നത് SO4 2- ആണ്. SO4 2-നകത്ത് സൾഫറിന് നമ്മൾ X കൊടുത്തു. സോ X plus 4 into -2 that is equal to -8 is equal to -2. So X equal to 8 minus 2 that is equal to +6 എന്ന് കിട്ടി. സോ ഇവിടെ സൾഫറിൻ്റെത് +6 എന്ന് കിട്ടി. സോ നമ്മൾ ഓൾ ടോട്ടൽ എല്ലാവരുടെയും എന്ത് കണ്ടുപിടിച്ചു? ഓക്സിഡേഷൻ നമ്പേഴ്സ് കണ്ടുപിടിച്ചു. ഓക്കെ, സോ നമുക്ക് എല്ലാവരുടെ ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ട് ഇക്വേഷൻ ഒന്നുകൂടെ എടുത്ത് എഴുതുവാണെങ്കിൽ എന്ത് വരും? Cr2O7 2- plus SO3 2- gives Cr3 plus SO4 2-. ഇനി നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് കൊടുക്കുകയാണെങ്കിൽ ക്രോമിയത്തിന് നമുക്ക് എത്ര കിട്ടി? +6 ആണ്. SO3 സൾഫർ ദാറ്റ് ഈസ് +4 ആൻഡ് ഇവിടെ +6 കിട്ടി. ആൻഡ് ഇനി ഈ റിയാക്ഷനിൽ ആരാണ് ഓക്സിഡേഷൻ നടത്തുന്നത്, ആരാണ് റിഡക്ഷൻ നടത്തുന്നത് കണ്ടുപിടിക്കണം. സോ ക്രോമിയത്തിന്റെ കേസ് എടുക്കുവാണെങ്കിൽ എന്തായി? +6 എന്നുള്ളത് +3 ആയിട്ട് മാറി അല്ലെ. 3 ഇലക്ട്രോൺസിന് എന്ത് ചെയ്തു? ആള് ഗെയിൻ ചെയ്തു. ദാറ്റ് മീൻസ് -3 ഇലക്ട്രോൺസ് അല്ലെ. ഇനി സൾഫറിന്റെ കേസ് എടുക്കുവാണെങ്കിൽ സൾഫർ +4 നിന്ന് +6 ആയിട്ട് മാറി. ദാറ്റ് മീൻസ് 2 ഇലക്ട്രോൺസിന് എന്ത് ചെയ്തു? ലൂസ് ചെയ്തു. സോ അവിടെ എന്താണ്? +2 ഇലക്ട്രോൺസ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബാലൻസിങ് ദി ഓക്സിഡേഷൻ നമ്പർ ആണ്. രണ്ട് സൈഡിലും ഓക്സിഡേഷൻ നമ്പേഴ്സ് നമ്മൾ ബാലൻസ് ചെയ്ത് വെക്കണം. സോ ഈ -3യും +2നും എന്താക്കണം? ഈക്വൽ ആക്കി മാറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നമ്പർ വെച്ചിട്ട് അതിനെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ -3യെയും +2നെയും ഈക്വൽ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, -3നെ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു 2 ചെയ്യും. ആൻഡ് +2നെ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു 3 ചെയ്യും. സോ ഇവിടെ എന്ത് കിട്ടും? -6 എന്നും കിട്ടും, ഇവിടെ +6 എന്നും കിട്ടും. സോ അത് രണ്ടും എന്ത് ചെയ്തു പോയി? യെസ്, നള്ളിഫൈ ചെയ്തു. ദാറ്റ് മീൻസ് ആ ഇക്വേഷനിലെ ഓക്സിഡേഷൻ നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു? ബാലൻസ് ചെയ്തു. സോ ക്രോമിയത്തിന് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. റൈറ്റ്. സോ Cr2O7 കേസ് എടുക്കുവാണെങ്കിൽ അവിടെ ഓൾറെഡി ക്രോമിയം എന്തുണ്ട്? 2 എണ്ണം ഉണ്ട്. നമ്മൾ എഗെയിൻ അവിടെ എന്ത് വേണ്ട? ഒരു ക്രോമിയത്തിന് കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ അവിടെ എന്ത് വരും? 2/2 എന്ന സ്റ്റേറ്റിലായിരിക്കും അത് വരുന്നത്. ബിക്കോസ് അവിടെ ഓൾറെഡി എന്തുണ്ട്? 2 ക്രോമിയം ഉണ്ട്. സോ Cr3+ അവിടെ എന്ത് വരും? നമ്മൾ 2 ആഡ് ചെയ്ത് കൊടുക്കും. സോ 2 Cr3+ എന്ന് വന്നു. ആൻഡ് സൾഫറിന് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നതാണ്? യെസ്, 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ 3SO3 3SO4 ഇത്രയും ചെയ്തു. സോ നമ്മുടെ സ്റ്റെപ്പ് 1 ഇവിടെ കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 2 ആണ്. അതെന്താണ്? ബാലൻസ് ദി ചാർജസ്. ചാർജ് ബാലൻസ് ചെയ്യണം. സോ LHSലെ ചാർജസ് എടുക്കുവാണെങ്കിൽ ഇവിടെ Cr2O7 2- ഒരു -2 ചാർജ് കിടക്കുന്നുണ്ട് അല്ലെ. -2 ചാർജ് കിടക്കുന്നുണ്ട്. പ്ലസ് എന്തുണ്ട്? 3 × -2 SO3 എന്താണ്? 2- ആണ്. 2 SO3 ഉണ്ട് അല്ലെ. സോറി, 3 SO3s ഉണ്ട്. സോ 3 × -2 എന്ത് കിട്ടി? -6 എന്ന് കിട്ടി അല്ലെ. ഇനി ഇവിടെ എടുക്കുവാണെങ്കിൽ 2 × 3+ ദാറ്റ് ഈസ് +6 പ്ലസ് 3 × -2 അതെന്ത് വരും? -6 വരും. സോ ഇവിടെ 0 ആണ്. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഒരു -8 ചാർജ് നിൽക്കുന്നുണ്ട്. സോ ഈ -8 ചാർജിനെ ഇല്ലാതാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ H+ ആഡ് ചെയ്തിടണം. ഇത് അസിഡിക് മീഡിയം ആണല്ലോ. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇറ്റ് ഇസ് ആൻ അസിഡിക് മീഡിയം എന്ന്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ -8നെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 8 H+ ആഡ് ചെയ്ത് കൊടുക്കും. 8H+. ഓക്കെ, സോ ചാർജ് ബാലൻസ് ചെയ്തു. -8 ചാർജ് ഇവിടെ ഉണ്ട്. ഒരു 8H+ കൂടെ ആഡ് ചെയ്തപ്പോൾ എന്താണ്? ആ സൈഡും 0 ആയി, ഇവിടെയും 0 ആയി. സോ ബാലൻസ് ദി ചാർജ്. ആ ഒരു സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു.
ഇനി നെക്സ്റ്റ് എന്താണ്, എച്ച് പ്ലസിന് ആഡ് ചെയ്തു, ഒരു സൈഡിൽ എച്ച് പ്ലസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹൈഡ്രജൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലും ഈ ഹൈഡ്രജൻ വേണമല്ലോ. സോ ഈ 8 എച്ചുകളെ 8 ഹൈഡ്രജൻസിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 4 വാട്ടർ മോളിക്യൂൾസിനെ ആഡ് ചെയ്ത് കൊടുക്കും. 4H2O 4 H2O ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ എന്തായി, ഇവിടെയും 8 ഹൈഡ്രജനായി, അവിടെയും 8 ഹൈഡ്രജനായി. ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ്, ബാലൻസ് ഓക്സിജൻ. ഓക്സിജന്റെ നമ്പർ ഇനി ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓൾമോസ്റ്റ് ഇത്രയും സ്റ്റെപ്പ് നമ്മുടെ കറക്റ്റ് ആണെങ്കിൽ ഓക്സിജൻ ഓട്ടോമാറ്റിക്കലി ബാലൻസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഓക്സിജന്റെ കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ Cr2O7 അവിടെ എത്രയുണ്ട്, 7 ഓക്സിജൻസ് ഉണ്ട് അല്ലെ, 7 ഓക്സിജൻസ് ഉണ്ട്. ആൻഡ് SO3നകത്ത് 3 SO3s ഉണ്ട്. സോ 3 × 3 ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും, 9 വരും. സോ ഓൾ ടോട്ടൽ 16 ഓക്സിജൻസ് ആണ് എവിടെ ഉള്ളത്, LHSലുള്ളത്. ഇനി RHSന്റെ കേസ് എടുക്കുവാണെങ്കിൽ SO4നകത്ത് 4 × 3 എത്ര വന്നു, 12 ഓക്സിജൻ ഉണ്ട്, പ്ലസ് വാട്ടർ മോളിക്യൂൾസിനകത്ത് 4 ഓക്സിജൻ, ദാറ്റ്സ് ഈക്വൽ ടു എത്ര കിട്ടി, 16. സോ ഇവിടെ എന്താണ്, ഓക്സിജനും ബാലൻസ്ഡ് ആണ്. സോ ഫൈനൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഇക്വേഷൻ Cr2O7 പ്ലസ് 3SO3 പ്ലസ് 8H പ്ലസ് gives 2Cr3 പ്ലസ് 3SO4 2- പ്ലസ് 4H2O. അതാണ് നമ്മുടെ ബാലൻസ്ഡ് റിഡോക്സ് ഇക്വേഷൻ അല്ലെങ്കിൽ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഫൈനലായിട്ട് ആ ഒരു ഇക്വേഷനെ താഴേക്ക് എടുത്ത് എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റെപ്പും എന്ത് ചെയ്യാം, നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഓരോ സ്റ്റെപ്പും ഓൾമോസ്റ്റ് ഒരു പേജിന്റെ, അതായത് ഒരു പുറം നിങ്ങൾക്ക് എഴുതാനായിട്ടുണ്ടാവും. അതാണ് 4 മാർക്കിനൊക്കെ ഇത് ചോദിക്കുന്നത്. ഇറ്റ്സ് എ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈതർ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എനിവേ ഈ ഒരു മെത്തേഡ് ക്ലിയർ ആണല്ലോ. നമ്മുടെ നെക്സ്റ്റ് ബാലൻസിങ് മെത്തേഡാണ്, ദാറ്റ് ഈസ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. മറ്റ് മെത്തേഡിനേക്കാൾ, അതായത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിനേക്കാളും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് എന്ത്, ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. 2 വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേഷൻ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഇക്വേഷനെ 2 ഹാഫ് റിയാക്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതായത് ഒരു റിഡക്ഷൻ ഹാഫും ഉണ്ടായിരിക്കും, ഒരു ഓക്സിഡേഷൻ ഹാഫും ഉണ്ടായിരിക്കും. നമുക്കറിയാം ഒരു ഇക്വേഷനകത്ത് എന്ത് ചെയ്യും, ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ട്. അതിനെ രണ്ടും എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ഹാഫ് ഇക്വേഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്യാം, ബാലൻസ് ദി ആറ്റംസ് അതർ ദാൻ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ ഇൻ ഈച്ച് ഹാഫ് റിയാക്ഷൻ ഇൻഡിവിജ്വലി. ആ റിയാക്ഷൻസിനകത്ത് ഓക്സിജനെയും ഹൈഡ്രജനും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആറ്റംസിനെയും എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. മീൻസ് അവരുടെ നമ്പർ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ബാലൻസ് ചെയ്ത് വെക്കുക. ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഹാഫ് റിയാക്ഷൻസിലും സെപ്പറേറ്റ് ആയിട്ട് ഓക്സിജനെയും ഹൈഡ്രജനെയും ബാലൻസ് ചെയ്യുക. 2 ഹാഫ് റിയാക്ഷൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ, രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഓക്സിജനെയും ഹൈഡ്രജനെയും ബാലൻസ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ദെൻ ബാലൻസ് ദി ചാർജസ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ചാർജിനെ ബാലൻസ് ചെയ്യാം. എങ്ങനെ, ഇലക്ട്രോൺസിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട്. ഓക്കെ, ബൈ ആഡിങ് ഇലക്ട്രോൺസ് നമ്മൾ എന്ത് ചെയ്യാം, ചാർജിനെ ബാലൻസ് ചെയ്യാം. ആൻഡ് ദെൻ ആഡ് 2 ഹാഫ് റിയാക്ഷൻസ് ടു അച്ചീവ് ഓവറോൾ റിയാക്ഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 2 ഹാഫ് റിയാക്ഷൻസിനെയും കൂടെ ആഡ് ഓൺ ചെയ്ത് സിംഗിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആയിട്ട് മാറ്റാം. അപ്പൊ ഇത്രയാണ് എന്ത്, ഹാഫ് റിയാക്ഷൻ മെത്തേഡ്സിൽ വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ആദ്യം ചെയ്യുക, ഇക്വേഷനെ സ്പ്ലിറ്റ് ചെയ്യാം, അതായത് ഒരു ഓക്സിഡേഷൻ ഹാഫും ഒരു റിഡക്ഷൻ ഹാഫും ഉണ്ടായിരിക്കും. ആൻഡ് ദെൻ ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത ആ റിയാക്ഷൻസിലുള്ള എല്ലാ ആറ്റംസിനെയും എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യാം. അതിനുശേഷം ഓരോ ഹാഫ് റിയാക്ഷൻസിനെയും സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് എന്ത് ചെയ്യാം, അതിൽ ഓക്സിജനെയും ഹൈഡ്രജനെയും എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ദെൻ അതിലെ ചാർജസിനെ ബാലൻസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനും കൂടെ സമ്മപ്പ് ചെയ്ത് ടോട്ടൽ ചെയ്ത് ഒരു ഓവറോൾ ഇക്വേഷൻ എഴുതാം. ആ എഴുതുന്ന ഇക്വേഷൻ എന്തായിരിക്കും, ബാലൻസ്ഡ് ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ നേരത്തെ എടുത്തത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. Cr2O7 2- plus SO3 2- gives Cr3 plus SO4 2-. അതാണ് നമ്മുടെ ഇക്വേഷൻ. അസിഡിക് മീഡിയത്തിൽ തന്നെയാണ്. സോ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, അവരുടെ എല്ലാം ഓക്സിഡേഷൻ നമ്പേഴ്സ് കണ്ടുപിടിച്ചിരുന്നു അല്ലേ, Cr2ൻ്റെ അതുപോലെ തന്നെ സൾഫറിൻ്റെ എല്ലാം. ബട്ട് ഇവിടെ നമുക്ക് എന്ത് വേണ്ട, ഓക്സിഡേഷൻ നമ്പേഴ്സിൻ്റെ ആവശ്യമില്ല. സോ നമ്മളിവിടെ അഗെയിൻ അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇനി 2 ഹാഫ്
ഇക്വേഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം എന്ന് പറയുന്നു. ദാറ്റ് ഈസ് വൺ ഈസ് ഓക്സിഡേഷൻ ഹാഫ് ആൻഡ് അതർ വൺ ഈസ് റിഡക്ഷൻ ഹാഫ്. അപ്പോൾ ഓക്സിഡേഷൻ ഹാഫ് എന്ന് പറയുന്നത് ഇവിടെ ഓക്സിഡേഷൻ നടത്തുന്നത് ആരാണ്? സൾഫർ ആണ്. അതുകൊണ്ടാണ് ഓക്സിഡേഷൻ ഹാഫ് SO3 എന്തായി SO4 2- ആയിട്ട് മാറി. ആൻഡ് റിഡക്ഷൻ ഹാഫിൽ വരുന്നത് Cr2O7 2- Q Cr3+. അല്ലേ? Cr എന്തായിരുന്നു? 6+ ആയിരുന്നു. ആൻഡ് ഇവിടെ എന്തായിരുന്നു? +4 ആയിരുന്നു. ഹിയർ ഇറ്റ് ഈസ് +6. സോ നമുക്ക് അതിൽ നിന്നും അണ്ടർസ്റ്റുഡ് ആണ് എന്ത്? ആരാണ് റിഡക്ഷൻ നടത്തുന്നത്, ആരാണ് ഓക്സിഡേഷൻ നടത്തുന്നത്. സോ അത് വെച്ചിട്ടാണ് എന്ത് നമ്മൾ ആ ഇക്വേഷനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത ആറ്റംസിനെ ബാലൻസ് ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ സൾഫർ, രണ്ട് സ്ഥലത്തും ഓരോന്ന് വെച്ചിട്ടാണ് അല്ലേ? SO3 SO4 എന്താ ഓരോ സൾഫർ വെച്ചിട്ടാണ്. സോ അവിടെ എന്താണ്? സൾഫർ ഓൾറെഡി ബാലൻസ്ഡ് ആണ്. ആൻഡ് ക്രോമിയത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താ? 2 ക്രോമിയം ഉണ്ട്, ബട്ട് ഹിയർ ആകെ ഒരാളുള്ളൂ. സോ ഇവിടെ 2 കൊടുക്കും. 2 Cr3+ എന്ന് വരും. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഏതാണ്? ഓക്സിജനെയും ഹൈഡ്രജനെയും ബാലൻസ് ചെയ്യാന്നുള്ളതാണ്. സോ ഓക്സിജനെയും ഹൈഡ്രജനെയും ബാലൻസ് ചെയ്യുമ്പോൾ സോ നമ്മുടെ ഇക്വേഷൻ എന്താണ് വരുന്നത്? SO3 2- Qs SO4 2-. അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡിൽ LHSനകത്ത് എന്താണ്? 3 ഓക്സിജനും RHSൽ 4 ഓക്സിജൻസും ഉണ്ട്. അപ്പോൾ ഓരോ ഓക്സിജൻ എവിടെ കൂടുതലാണ്? റൈറ്റ് സൈഡിൽ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓക്സിജൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്സിജൻ കൊടുക്കണമെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ട മോളിക്യൂൾ ഏതാണ്? വാട്ടർ മോളിക്യൂളാണ്. റൈറ്റ്. സോ നമ്മൾ LHSൽ എന്ത് ആഡ് ചെയ്ത് കൊടുക്കും? ഒരു വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്ത് കൊടുക്കും. അത് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ്? ഹൈഡ്രജൻ അല്ലേ? ഓക്സിജൻ ഓക്കെ ബാലൻസ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക് അവിടെ എന്താ? 2 ഹൈഡ്രജൻ എക്സ്ട്രാ കയറി വന്നു വാട്ടർ മോളിക്യൂളിൽ അല്ലേ? അപ്പോൾ ആ ഹൈഡ്രജനെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഇക്വേഷനിൽ ബാലൻസ് ചെയ്യണം. സോ എന്ത് ചെയ്യും? ഇവിടെ ഒരു 2H+ ആഡ് ചെയ്യും. ബിക്കോസ് നമ്മുടെ മീഡിയം ഏതാണ്? അസറ്റിക് മീഡിയം ആണ്. ഇൻ കേസ് ഇതൊരു ബേസിക് മീഡിയം ആയിരുന്നെങ്കിൽ നമ്മളവിടെ OH- ആയിരിക്കും ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 2H+നെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതേപോലെ തന്നെ അടുത്ത ആള് അതാരായിരുന്നു? Cr2O7 2- Q Cr3+. 2 Cr3+ അല്ലെ? ഇതിനകത്തും എന്താ? 7 ഓക്സിജൻസ് നമ്മുടെ എവിടെയുണ്ട്? LHSലുണ്ട്. സോ ഈ സൈഡിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? 7 വാട്ടർ മോളിക്യൂൾസ് ആഡ് ചെയ്ത് കൊടുക്കും. സോ 7H2O ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ എന്താ? ഹൈഡ്രജൻ അൺബാലൻസ്ഡ് ആയി. ആ ഒരു ഇക്വേഷനിൽ എന്തായി? ഹൈഡ്രജൻ അൺബാലൻസ്ഡ് ആയി. സോ നമ്മളിവിടെ എന്ത് ആഡ് ചെയ്ത് കൊടുക്കും? അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 14H+ ആഡ് ചെയ്ത് കൊടുക്കും. സോ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ എന്തായി? ബാലൻസ്ഡ് ആയി. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മുടെ എന്തായിരുന്നു? ചാർജ് ബാലൻസ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത് അല്ലേ? അപ്പൊ മേലത്തെ കേസ് എടുക്കുവാണെങ്കിൽ അവിടെ ഏതൊക്കെ ചാർജസ് വരുന്നത്? ഒരു -2 ചാർജ് ഉണ്ട് അല്ലേ? ഈ സൈഡിലാണെങ്കിൽ ഒരു -2 ഉണ്ട്, +2 ഉണ്ട്. ദാറ്റ് മീൻസ് അവിടെ എന്തായി? അത് 0 ആയിട്ട് മാറി. അപ്പൊ അവിടെ ചാർജ് ബാലൻസ്ഡ് ആയോ? ഇല്ല. സോ ആ ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു -2 ആണ് ഉള്ളത്. അവിടെ ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും? ഒരു +2 ഇലക്ട്രോൺസിനെ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, 2 ഇലക്ട്രോൺസിനെ നമ്മൾ RHSനകത്ത് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ് ഹാഫ് റിയാക്ഷൻ എടുത്തു. അവിടെ എന്താ? ഒരു 14H+ ഉണ്ട്. ഓക്കെ, 14H+ ഉണ്ട്, 2- ഉണ്ട്. ദാറ്റ് മീൻസ് അവിടെ എന്തായി? 12 ആയി അല്ലേ? +12 ആണ് ഈ ഭാഗത്ത് ചാർജ് വരുന്നത്. ആൻഡ് RHS എടുക്കുവാണെങ്കിൽ 2 × 3+ എത്ര വന്നു? 6 വന്നു. സോ ഇവിടെ +6 ആണ് ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത്. അവിടെയും എന്താണ്? അത് അൺബാലൻസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. സോ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? 2 സൈഡിലും 6 ആക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ 12നെ 6 ആക്കി മാറ്റണമെങ്കിൽ, അതായത് +12നെ 6 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? -6 ചെയ്യണം. സോ ഈ സൈഡിൽ എന്ത് ആഡ് ചെയ്ത് കൊടുക്കും? ഒരു 6 ഇലക്ട്രോൺസിനെ ആഡ് ചെയ്ത് കൊടുക്കും. സോ ചാർജസും എന്തായി? ചാർജും നമ്മൾ ഓരോ ഹാഫ് റിയാക്ഷൻസിനകത്തും ബാലൻസ് ചെയ്തു. ഇനി ഓൾ ടോട്ടൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ടോട്ടൽ ചാർജ് അവിടെ ന്യൂട്രൽ ആയിരിക്കണം. ടോട്ടൽ ചാർജ് ന്യൂട്രൽ. ഇവിടെ ഇപ്പം എന്താ? 6 ഇലക്ട്രോണും അവിടെ 2 ഇലക്ട്രോൺ ആണ്. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. 2 ഹാഫ് റിയാക്ഷൻസിലും എന്തായിരിക്കണം? ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കണം വരേണ്ടത്.
അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ട് ഹാഫ് റിയാക്ഷൻസിനകത്തും നമുക്ക് തോന്നിയ പോലെ ഇലക്ട്രോൺസിന് ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഓരോ ഹാഫ് റിയാക്ഷൻസിനും സെപ്പറേറ്റിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം രണ്ട് ഹാഫ് റിയാക്ഷൻസിനും ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം? രണ്ടും ഈക്വൽ ആയിരിക്കണം. സോ ഈ 2 ഇലക്ട്രോണിനെ 6 ആക്കാൻ നമുക്ക് നോക്കാം. അതിപ്പോൾ എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷനെ മൊത്തത്തിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതെന്തായി? 6 ഇലക്ട്രോൺസ് ആയിട്ട് മാറി അല്ലേ? സോ ഓൾ ടോട്ടൽ നമ്മളിപ്പോൾ അവരെ ഇക്വേഷൻ ആയിട്ട് എടുത്തെഴുതുവാണെങ്കിൽ, ഫസ്റ്റത്തെ ഇക്വേഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്തായി? 3 കൊണ്ട് H2O മൾട്ടിപ്ലൈ ചെയ്തു. സോ അതെന്തായി? 3H2O ആയിട്ട് മാറി അല്ലേ? 3H2O. ബിക്കോസ് ആ മേലത്തെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇലക്ട്രോൺ ചാർജസിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അവിടെ 3H2O പ്ലസ് 3SO3 2- പിന്നെ 3SO4 2- പ്ലസ് 6H പ്ലസ് 6 ഇലക്ട്രോൺ. ഇതാണ് നമ്മുടെ എന്താ ഒരു ഹാഫ് റിയാക്ഷൻ ബാലൻസ് ചെയ്ത് വന്നപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? അതുപോലെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. 6 ഇലക്ട്രോൺസ് ഉണ്ട് ഇവിടെ, പ്ലസ് 14H പ്ലസ് Cr2O7 2- gives എന്താണ്? 2Cr3 പ്ലസ് 7H2O. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇവരെല്ലാം കൂടെ ബാലൻസ് ചെയ്ത് ഓവറോൾ ഇക്വേഷൻ എഴുതണം. ആൻഡ് അതാണ് എന്ത്? നമ്മുടെ ബാലൻസ്ഡ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ വാട്ടറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ ഭാഗത്തും വാട്ടർ ഉണ്ട്, അതായത് നെക്സ്റ്റ് ഹാഫ് റിയാക്ഷനിൽ വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു 3H2O ഈ 7H2Oയിലേക്ക് പോവുകയാണെങ്കിൽ, മീൻസ് റൈറ്റ് സൈഡിലേക്ക് പോകുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ക്യാൻസൽ ചെയ്ത് ബാക്കി എന്തുണ്ടാവും? 4 വാട്ടർ മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടായിരിക്കാം അല്ലേ? 4H2O ഉണ്ടായിരിക്കും. ഇനി ഈ ഒരു സൈഡ് എടുക്കുകയാണെങ്കിൽ 3SO4, അതൊന്നും ക്യാൻസൽ ചെയ്യാനില്ല, അതങ്ങനെ തന്നെ വന്നു. ദാറ്റ് ഈസ് 3SO4 2-. ഇനി ഒരു 6H+ ഉണ്ട്, ഇവിടെയും ഒരു 6H+ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഒരു 14H+ ഉണ്ട്. സോ കുറവുള്ള അയോൺസ് എന്ത് ചെയ്യുക? കൂടുതലുള്ള ഭാഗത്തേക്ക് പോവുക, ആൻഡ് ദെൻ അത് ക്യാൻസൽ ചെയ്ത് പോകും. സോ ഈ 6H+ എന്ത് ചെയ്യുക? 14H+ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ബാലൻസ് എന്തുണ്ടാവും? 8H+ ആണ് ബാക്കി ഉണ്ടാവുക അല്ലേ? അത് നമ്മൾ ഇവിടെ എഴുതി. ഓക്കെ, ആൻഡ് ദെൻ 6 ഇലക്ട്രോണും ഇവിടുത്തെ 6 ഇലക്ട്രോണും എന്ത് ചെയ്തു പോയി? ക്യാൻസൽ ചെയ്തു പോയി. LHSലും RHSലും കോമൺ ആയിട്ടുള്ളവരെ നമ്മൾ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് കളയും. ആൻഡ് ഒരേപോലെ ഉള്ളവരെ നമ്മൾ എന്ത് ചെയ്യും? മൈനസും പ്ലസും ചെയ്യും. നമ്മൾ മാത്സിലൊക്കെ ചെയ്യുന്ന പോലെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഇത്. ഓക്കെ, ആൻഡ് ദെൻ ഇവിടെ ബാക്കിയുള്ളത് ആരാണ്? 2Cr3+. ഓക്കെ, സോ നമ്മുടെ RHS കംപ്ലീറ്റ് ആയി. ഇനി LHSൻ്റെ അവിടെ H+ നമ്മൾ സോൾവ് ചെയ്തു, ബാക്കി 3SO3 2- പ്ലസ് Cr2O7 2-. സോ ഇതാണ് ഫൈനൽ നമ്മുടെ എന്ത്? ബാലൻസ്ഡ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതേ സെയിം ഇക്വേഷൻ തന്നെയല്ലേ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് യൂസ് ചെയ്തപ്പോൾ നമുക്ക് ലാസ്റ്റ് ടൈം കിട്ടിയത്. സോ 2 മെത്തേഡ് വെച്ചിട്ടും നിങ്ങൾക്ക് പഠിക്കണം. അത് ജസ്റ്റ് വായിച്ച് പഠിച്ചാലോ നമുക്ക് കിട്ടില്ല. നമുക്കിത് എന്ത് ചെയ്യണം? ശരിക്കും എഴുതി തന്നെ പഠിക്കണം. ദാറ്റ് മീൻസ് ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, സോ ഈ 2 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ആൻഡ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഏത്? ബാലൻസിങ് ദി ഓക്സിഡേഷൻ റിയാക്ഷൻ, റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ആ 2 മെത്തേഡ്സും, എന്താ ഹാഫ് റിയാക്ഷൻ മെത്തേഡ്, അതുപോലെ തന്നെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ 2 മെത്തേഡും എന്ത് ചെയ്യുക? ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കാം. ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ആകുള്ളത് ഒരു ചെറിയൊരു ടോപ്പിക്കാണ്, ദാറ്റ് ഇസ് റിഡോക്സ് ടൈട്രേഷൻ. അത് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് നിങ്ങളുടെ +2ലാണ്. അതായത് നിങ്ങൾക്ക് ലാബ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും ഇത് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കാം. ബിക്കോസ് അവിടെ നിങ്ങൾക്ക് ടൈട്രേഷൻസ് ചെയ്യാനുണ്ടായിരിക്കും. സോ ആ ടൈട്രേഷൻസിനകത്ത് ഒരു ഏരിയ ആണ് എന്ത്? റിഡോക്സ് ടൈട്രേഷൻ എന്ന് പറയുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്? ഇൻ റിഡോക്സ് സിസ്റ്റം ദ ടൈട്രേഷൻ മെത്തേഡ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു ഡിറ്റർമൈൻ ദ സ്ട്രെങ്ത് ഓഫ് റിഡക്റ്റന്റ് ഓർ ഓക്സിഡന്റ് യൂസിങ് എ റിഡോക്സ് സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ. അതായത് ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ, സെൽഫ് ഇൻഡിക്കേറ്ററോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൽ ഓക്സിഡൻറ്റ് അല്ലെങ്കിൽ റിഡക്റ്റൻറ്റിൻ്റെ സ്ട്രെങ്ത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന
ആ ഒരു ടൈട്രേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ടൈട്രേഷൻ റിയാക്ഷൻസിനെയാണ് എന്ത് റിഡോക്സ് ടൈട്രേഷൻ എന്ന് പറയുന്നത്. അതൊരു ബ്രാഞ്ചാണ്, ടൈട്രേഷൻസിനകത്ത് ഒരു ബ്രാഞ്ചാണ് എന്ത് റിഡോക്സ് ടൈട്രേഷൻ എന്ന് പറയുന്നത്, യൂസിങ് ദിസ് റിഡോക്സ് റിയാക്ഷൻസ്. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ബേസിക് മാത്രം നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിത് പഠിക്കുന്നത് പ്ലസ് ടുവിലായിരിക്കും. ആൻഡ് അവിടെ ആയിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടാവുക, ലാബ് ചെയ്യാനുണ്ടായിരിക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കാൽക്കുലേറ്റ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഇൻ OF2 ആൻഡ് KO2. OF2ലും KO2ലുമുള്ള ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആൻഡ് നമ്മളിത് ഓക്സിജനെ നമുക്കറിയാം എന്താണ് 5 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഓക്സിജനെ കാണാൻ പറ്റുന്നുണ്ട്. 4 എക്സെപ്ഷണൽ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നോർമൽ അല്ലാണ്ട്. അതറിയുമെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. അതല്ലാത്ത കേസിൽ എന്ത് ചെയ്യുക, നമ്മൾ എങ്ങനെയാണോ നമുക്കറിയാത്ത ഒരു എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത്, അതായത് എക്സ് യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ടല്ലോ, ആ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്കിവിടെ ഓക്സിജന്റെ കണ്ടുപിടിക്കാം. ആൻഡ് അതിലെ ബി ക്വസ്റ്റ്യൻ വരുന്നത് when zinc rod is dipped in blue CuSO4 fades due to displacement reaction. Write the reaction and identify the following. അത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് എന്ത്, സിങ്ക് റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്, യെസ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ ആ ബ്ലൂ കളർ ഫേഡ് ആയി പോകുന്നത്. അപ്പോൾ ആ റിയാക്ഷൻ നിങ്ങൾ എഴുതിയതിന് ശേഷം, അതായത് ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് അത്, അതിന് എക്സാമ്പിൾ ആണ് ഇത് തന്നിരിക്കുന്നത്. സോ ആ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ്റെ ഇക്വേഷൻ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യാം, അവിടെ ഏത് സബ്സ്റ്റൻസ് ആണ് ഓക്സിഡൈസ് ചെയ്തിരിക്കുന്നത്, ആരാണ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ആൻഡ് അതിൽ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ് ആരാന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് എഴുതുക. ഇത്രയാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ എന്താ, ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ ആ 2 കേസിലും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് എന്താണ്, OF2 ആണ്. OF2നകത്ത് നമുക്കറിയാം ഫ്ലൂറിന്റെ എന്താണ് ഹാലജൻസ് കോമൺ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ -1. ആൻഡ് ഓക്സിജന് നമുക്കറിയില്ല, സോ നമ്മൾ എന്തെടുത്തു, എക്സ് എന്ന് പറഞ്ഞ ടേമിൽ എടുത്തു. സോ എക്സ് പ്ലസ് 2 ഫ്ലൂറിൻ ഉണ്ട്, സോ -1 × 2 ഈസ് ഈക്വൽ ടു 0. OF2 എന്താണ്, ഒരു ന്യൂട്രൽ കോമ്പൗണ്ട് ആയതുകൊണ്ട് അതിന്റെ വോൾ ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ടാണ് നമ്മൾ 0 കൊണ്ട് ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. സോ എക്സ് -2 ഈസ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി, +2 എന്ന് കിട്ടി. സോ OF2 എന്ന് പറഞ്ഞ കോമ്പൗണ്ടിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്ര കിട്ടി, +2 ആണെന്നുള്ളത് കിട്ടി. ഇനി നെക്സ്റ്റ് KO2 ആയിരുന്നു. KO2ന്റെ കേസിൽ പൊട്ടാസ്യം അതേതാണ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആണ് അല്ലെ. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനെല്ലാം എന്താണ് +1 ആണ് എന്ത് അവരുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. സോ അത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്താ +1 × 1 ഒരു പൊട്ടാസ്യം ആണുള്ളത്. 1 പ്ലസ് 2 ഓക്സിജൻസ് ഉണ്ട്, സോ 2 × x 2x വന്നു ഈക്വൽ ടു 0. സോ 1 + 2 ഈസ് ഈക്വൽ ടു 0 കിട്ടി. ആൻഡ് 2x ഈസ് ഈക്വൽ ടു എന്ത് വരും, -1. അതായത് ഈ 1 എങ്ങോട്ട് പോയി, ഈ സൈഡിലേക്ക് പോയി അല്ലേ. 2x ഉണ്ട്, അതായത് 2 ഓക്സിജൻസ് ഉണ്ട്. സോ 1 + 2x ഈസ് ഈക്വൽ ടു 0 ആൻഡ് 2x ഈസ് ഈക്വൽ ടു -1 ആൻഡ് x ഈക്വൽ ടു എന്ത് വരും, 2 താഴേക്ക് പോകുമ്പോൾ ഈക്വൽ ടു -½ എന്ന് കിട്ടും. ഓക്കെ, അപ്പം അതാണ് എന്ത് KO2 നമ്മുടെ ഓക്സിജന്റെ എന്ത് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ OF2നകത്ത് ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. KO2ന്റെ ഓക്സിഡേഷൻ നമ്പർ ഈസ് -½ ആണ്. ആൻഡ് നോർമൽ കേസിൽ നോർമൽ കോമ്പൗണ്ട്സിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ ഈസ് ഓൾവേസ് -2. അത് മറക്കരുത്. ഓക്കെ, സോ ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു, സിങ്ക് റോഡ് എന്തിൽ ഡിപ്പ് ചെയ്യുന്നു, നമ്മുടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ സൊല്യൂഷൻ കളർ എന്ത് ചെയ്തു, ഫെയ്ഡ് ചെയ്തു. അപ്പോൾ റിയാക്ഷൻ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എഴുതാനാണ് ചോദിച്ചിരുന്നത്. സോ സിങ്ക് പ്ലസ് CuSO4 ഗിവ്സ് സിങ്ക് SO4 പ്ലസ് Cu. ആൻഡ് നമുക്കിതിനകത്ത് എല്ലാവരുടെയും എന്തറിയാം, ഓക്സിഡേഷൻ നമ്പേഴ്സ് അറിയാം. സിങ്ക് എന്താണ്, തനിച്ചാ നിൽക്കുന്നത് അല്ലെ, ഫ്രീ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. സോ സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും, ഇവിടെ കോപ്പറിന്റെയും 0 ആയിരിക്കും, റൈറ്റ്. ആൻഡ് SO4ന് എപ്പോഴും എന്താണ് 2- ആണ് ചാർജ് വരുന്നത്. സോ ആ ഒരു കോമ്പൗണ്ട് 0 ആവണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോപ്പറിന് എന്ത് വരണം, ഇവിടെ +2 ചാർജ് വരണം. ഇവിടെ സിങ്കിനും എന്തായിരിക്കും, +2 ആയിരിക്കും. സോ സിങ്ക് എന്ത് സംഭവിച്ചു, 0ൽ നിന്ന് +2 ആയിട്ട് റേസ് ചെയ്തു അല്ലെ, കൂടി. ദാറ്റ് മീൻസ് അവിടെ എന്ത് നടന്നു, ഓക്സിഡേഷൻ നടന്നു. ആൻഡ് കോപ്പറിൽ നിന്ന് എന്ത് സംഭവിച്ചു, +2ൽ നിന്ന് 0 ആയിട്ട് മാറി. ദാറ്റ് മീൻസ് അവിടെ എന്ത് സംഭവിച്ചു, റിഡക്ഷൻ നടന്നു. സോ ദ സബ്സ്റ്റൻസ് ഓക്സിഡൈസ് ഈസ് ഏതാണ്, സിങ്ക് ആണ്. ആൻഡ് ദ സബ്സ്റ്റൻസ് റെഡ്യൂസ്ഡ് ഈസ് കോപ്പർ.
സോ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്, ഏജൻസ് ആയിട്ട് നിൽക്കുന്നത് അല്ലേ. സോ അവിടുത്തെ ഓക്സിഡന്റ് അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് കോപ്പറും റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ റിഡക്റ്റന്റ് എന്ന് പറയുന്നത് ആരായിരിക്കും, സിങ്കു ആയിരിക്കും. ഓക്കെ, സോ അത്രയാണ് എന്ത് ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അല്ലെ ബി ക്വസ്റ്റ്യനും എ ക്വസ്റ്റ്യനും വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണിത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദി ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ് ഇൻ ദ ഫോളോ റിയാക്ഷൻ. തന്നിരിക്കുന്ന റിയാക്ഷനിൽ ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻസിനെയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ Cu+2Ag + Cu2++2Ag തന്നിട്ടുണ്ട്. ഫ്രീ സ്റ്റേറ്റിൽ നിൽക്കുന്നവർക്കൊക്കെ എന്താണ്, ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. സോ അത് വെച്ചിട്ട് തന്നെ എന്താ സിമ്പിളായിട്ട് ഇതിൽ ആരാണ് ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളൂ. ആൻഡ് താഴെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന റിഡോക്സ് റിയാക്ഷനെ ബാലൻസ് ചെയ്യണം. ആൻഡ് മീഡിയം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് അസിഡിക് മീഡിയം. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് യൂസ് ചെയ്ത് ബാലൻസ് ചെയ്യാൻ പറയുമ്പോൾ ആ മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ ബാലൻസ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് എൻ്റെ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഓക്സിഡൈസിങ് ഏജന്റ് Ag നമ്മുടെ സിൽവർ ആണ്, റെഡ്യൂസിങ് ഏജന്റ് കോപ്പർ ആണ്. അത് ഒരു ഇക്വേഷനിൽ നമുക്ക് ഓക്സിഡേഷൻ നമ്പേഴ്സ് അറിയുമെങ്കിൽ അണ്ടർസ്റ്റുഡ് ആണ് ഏതാണ് ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ് റെഡ്യൂസിങ് ഏജന്റ് എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ബാലൻസിങ് ആണ്. അപ്പോൾ ബാലൻസിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, യെസ് എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് CRന്റെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുപോലെ Fe, അതുപോലെ Cr3+, Fe3+, ഇവരെല്ലാം എന്താണ് സിമ്പിൾ അയോണിക് സ്റ്റേജിലാണ് നിൽക്കുന്നത്. സോ ആ ചാർജ് തന്നെയാണ് എന്ത് അവരുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. സോ എല്ലാവരുടെയും എന്ത് കണ്ടുപിടിച്ചു, ഓക്സിഡേഷൻ നമ്പേഴ്സ് നമ്മൾ അസൈൻ ചെയ്തു. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ്, ആ ഓക്സിഡേഷൻ നമ്പേഴ്സിനെ ബാലൻസ് ചെയ്യണം അല്ലെ. ഓക്സിഡേഷൻ നമ്പേഴ്സിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, യെസ് Feയുടെ അവിടെ എന്ത് ചെയ്തു 6 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്തിരിക്കുന്നത്. ആ ഒരു ഇക്വേഷന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ബിക്കോസ് അവിടെ ഒരെണ്ണത്തിന്റെ കുറവ് സംഭവിച്ചിട്ടുണ്ട് അല്ലെ. 1 ഇലക്ട്രോൺ അവിടെ എന്താണ് -1 ഇലക്ട്രോൺ എടുക്കുന്നുണ്ട്. ഒരു -1 ചാർജ് ഉണ്ട്. സോ അതിനെന്ത് ചെയ്തു × 6 ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു കേസിനകത്താണെങ്കിൽ എന്താണ്, യെസ് ഇവിടെ +6 ഇവിടെ എന്തായി -3 അല്ലെ, -3 വന്നു. സോ ഇതിനെന്ത് ചെയ്തു × 2 ചെയ്യാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ 6ഉമായിട്ട് ഇക്വേറ്റ് ആവാൻ വേണ്ടിയിട്ട്. സോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. Cr2O7 2- +6 Fe2+ Cr3+ +6 Fe3+. സോ അതെല്ലാം എന്തായി, സോ നമ്മുടെ ഓക്സിഡേഷൻ നമ്പറിന് അവരെന്ത് ചെയ്തു, ബാലൻസ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താണ്, ചാർജസിനെ ഇക്വേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ ചാർജസിനെ ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു 14H+ റൈറ്റ് സൈഡിൽ എക്സ്ട്രാ വന്നു. സോ നമ്മൾ എന്ത് ചെയ്തു, ഈ ഭാഗത്ത് 14H+ അസിഡിക് മീഡിയം ആയതുകൊണ്ട് ഹൈഡ്രോജൻസിനെ ആ സൈഡിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഹൈഡ്രോജനെ ആഡ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്പുറത്തെ സൈഡിലും എന്ത് വരണം, ഹൈഡ്രോജൻ ബാലൻസ് ചെയ്ത് കൊടുക്കണം അല്ലെ. ചാർജ് ബാലൻസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്, ഹൈഡ്രോജൻ ആൻഡ് ഓക്സിജൻ ബാലൻസിങ് ആണ്. സോ 14H+ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 7H2O ആഡ് ചെയ്ത് കൊടുത്തു. ആൻഡ് സിൻസ് അതെന്താണ് ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ഓക്സിജനും എന്തായിട്ടുണ്ടാവും, ബാലൻസ്ഡ് ആയിട്ടുണ്ടാവും. സോ ഇതാണ് ഫൈനൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. ജസ്റ്റ് കേട്ടിരുന്നാലേ നിങ്ങൾക്ക് കിട്ടില്ല. ഇതെന്ത് ചെയ്യണം, ആ ബുക്കും പേപ്പറൊക്കെ എടുത്തിട്ട് എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ബാലൻസ് ദ ഫോളോയിങ് ഇക്വേഷൻ യൂസിങ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ഇപ്പൊ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ത് ചെയ്യുക, ഹാഫ് റിയാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ബാലൻസ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു റിഡക്ഷൻ ഹാഫും ഒരു ഓക്സിഡേഷൻ ഹാഫും ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഓക്സിഡേഷൻ ഹാഫ് Cu2+ വന്നു, അതുപോലെ റിഡക്ഷൻ ഹാഫ് ആയിട്ട് NO3 - NO2 വന്നു. അതോളം നമ്മുടെ ഇക്വേഷൻ വന്നത് Cu എന്തായി, C2+ ആയി, NO3 - NO2 ആയിട്ട് മാറി. 2+ ഉണ്ട്. ഓക്കെ, സോ ബാലൻസിങ്. ഇനി നെക്സ്റ്റ് എന്താണ്, സെപ്പറേറ്റ് ആയിട്ട് രണ്ടിനകത്തും ഓക്സിജനെയും ഹൈഡ്രോജനെയും ബാലൻസ് ചെയ്യാന്നുള്ളതാണ്. സോ NO3 - NO2 ആയിട്ട് മാറി. റൈറ്റ്, അവിടെ NO3 3 ഓക്സിജൻസ് ഉണ്ട്, അവിടെ എന്താണ് 2 ഓക്സിജനേ ഉള്ളൂ. സോ ഓരോ ഓക്സിജൻ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്ത് കൊടുത്തു. വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്തപ്പോൾ കൂടെ ആര് വന്നു, 2H+ വന്നിട്ടുണ്ട്. സോ ആ 2H+ന് നമ്മൾ എന്ത് ചെയ്തു, ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്ത് കൊടുത്തു. സോ നമ്മുടെ റിഡക്ഷൻ ഹാഫിനകത്ത് എന്താണ്, ഓക്സിജൻ ആൻഡ് ഹൈഡ്രോജൻസിനെ നമ്മൾ ബാലൻസ് ചെയ്തു. ഇനി
നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാലൻസിങ് ചാർജ് ബൈ ആഡിങ് ഇലക്ട്രോൺസ് ആൻഡ് മേക്കിംഗ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ഇൻ 2 ഹാഫ് റിയാക്ഷൻസ്. 2 ഹാഫ് റിയാക്ഷൻസിലും എന്ത് ചെയ്യാണ്, നമ്മുടെ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്തിട്ട് ചാർജ് ബാലൻസ് ചെയ്യാണ്. അപ്പം മേലത്തേൽ എന്താണ്, CU, അതെന്താണ്, 0 ആണ്. അവിടെ 0 ആണ്, ഇവിടെ CU 2+ ആണ്. അപ്പോൾ ആ 2+ന്റെ 0 ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, 2 ഇലക്ട്രോൺസിന് ചാർജ് ആഡ് ചെയ്ത് കൊടുക്കണം. സോ അവിടെ 2 ഇലക്ട്രോൺ ആഡ് ചെയ്ത് കൊടുത്തു. ആൻഡ് താഴെ 2NO3 plus 4H plus 2 ഇലക്ട്രോൺ gives 2NO2 plus 2H2O. നമ്മൾ ചാർജ് അവിടെ 2 ഇലക്ട്രോൺസിന് ആഡ് ചെയ്ത് കൊടുത്തു. സോ അതിനനുസരിച്ച് എന്താ, ഇക്വേഷനെ കംപ്ലീറ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ അവിടെ ചാർജ് നമ്മൾ എന്ത് ചെയ്തു, 2 ഹാഫ് റിയാക്ഷൻസിനകത്തും ബാലൻസ് ചെയ്തു. ഇനി എന്താ, രണ്ടും കൂടെ ആഡ് ചെയ്ത് ഓവറോൾ റിയാക്ഷൻ എഴുതാന്നുള്ളതാണ്. ദാറ്റ് ഈസ് CU plus 2NO3 plus 4H plus gives CU2 plus 2NO2 plus 2H2O. ഇതാണ് നമ്മുടെ ഓവറോൾ എന്താ, ബാലൻസ് ചെയ്തിട്ടുള്ള റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് എന്ത്, ഹാഫ് റിയാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. സോ ഇത് ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെപ്രസെന്റ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് യൂസിങ് സ്റ്റോക്ക് നൊട്ടേഷൻ. നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റോക്ക് നൊട്ടേഷൻ യൂസ് ചെയ്തിട്ട് തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. 1 മാർക്കിനാണ് ഇത് മെയിനായിട്ട് നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, 1 മാർക്കിന് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്, ഈ രണ്ടിനകത്തായിരിക്കും ഇത് ചോദിക്കുന്നുണ്ടാവാം. സോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട്സ് വന്നത് CU2O, SnCl4, MnO, Fe2O3, V2O5. സോ സ്റ്റോക്ക് നൊട്ടേഷൻ വെച്ച് തന്നെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ CU2O ഇതിൽ കോപ്പറിൻ്റെ ഇത് -2 ആണ് വരുന്നത്. ആൻഡ് ഈ -2 ഓക്സിജൻ ഒരെണ്ണാണുള്ളത്. സോ ആ -2നെ നള്ളിഫൈ ചെയ്ത് അത് ന്യൂട്രൽ കോമ്പൗണ്ട് ആണെങ്കിൽ ഈ 2ൻ്റെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം, 1 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ കോപ്പറിൻ്റെ എന്താണ് ഓക്സിഡേഷൻ നമ്പർ 1 വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, CU2 നമ്മുടെ റോമൻ ന്യൂമറൽ 1 ആഡ് ചെയ്യും, O വരും. ആൻഡ് SnCl4നകത്ത് നമുക്കറിയാം Cl ഹലോജൻ ആണ്. സോ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ഓൾവേസ് -1 ആണ്. സോ ആ -4നെ എന്ത് ചെയ്യാൻ, നള്ളിഫൈ ചെയ്യാനായിട്ട് അവിടെ ആഡ് ചെയ്യേണ്ടത് ഏതാണ്, +4 ആണ്. സോ Snൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +4 ആയിരിക്കും. സോ Sn കഴിഞ്ഞിട്ട് അവിടെ കൊടുക്കുന്ന റോമൻ ന്യൂമറൽ എന്ന് പറയുന്നത് ഏതാണ്, നമ്മൾ 4 ആഡ് ചെയ്ത് കൊടുത്തു. ആൻഡ് MnO എടുക്കുവാണെങ്കിൽ ഓക്സിജൻ എന്താണ്, -2 ആണ്. അപ്പോൾ ആ -2നെ കളയാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ, Mn എന്തായിരിക്കും, +2 ആയിരിക്കും. അതുകൊണ്ടാണ് എന്ത്, ഇവിടെ 2 ആഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് Fe2O3യുടെ കേസിലാണെങ്കിൽ ദിസ് ഇസ് -2 ആണ്. അപ്പോൾ അവിടെ എന്ത് വരും, -6 വരും. സോ +6 ആവണമെങ്കിൽ Fe2 രണ്ടെണ്ണം ഉണ്ട്, 2ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം, 3 ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ അതുകൊണ്ടാണ് ഇവിടെ 3 വന്നിരിക്കുന്നത്. ആൻഡ് അതുപോലെ വെനേഡിയം പെൻറ്റോക്സൈഡിൻ്റെ കേസിൽ ഹിയർ -10 വരും. സോ 2ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം, +5 ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് V, ദാറ്റ് മീൻസ് 5 അവിടെ ആഡ് ചെയ്ത് കൊടുക്കും. സോ ഇങ്ങനെയാണ് എന്ത്, സ്റ്റോക്ക് നൊട്ടേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 1 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇത്, സ്റ്റോക്ക് നൊട്ടേഷൻ റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളത്. നിങ്ങൾക്ക് കോമ്പൗണ്ട് തന്നിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും, ലെറ്ററിൽ എഴുതിയിട്ടായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഫോമിലായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, ഓക്സിഡേഷൻ നമ്പർ ഇക്വേറ്റ് ചെയ്യുക, അതിൻ്റെ റോമൻ ന്യൂമറലിൽ എഴുതുക. അപ്പോൾ ഇത്രയാണ് എന്ത്, മെയിനായിട്ട് ഈ ചാപ്റ്ററിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. ഇതിലും കൂടുതൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമ്മുടെ എക്സാം പോയിന്റ് ഗൈഡിൽ അവൈലബിൾ ആണ്. ആൻഡ് ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഷോർട്ട് നോട്ടും നമ്മുടെ ഗൈഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, ആ ഗൈഡ് റെഫർ ചെയ്ത് അതിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.